പിസ്റ്റൺ സ്പിൻ ചെയ്യാൻ എന്തായാലും എപ്പിക് അടിക്കും ഗൈസ്. നോക്കിയോ ഗൈസ്, എപ്പിക് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ എപ്പിക് അടിച്ചിട്ടുണ്ട്. നോക്കാം ആരും നോക്കാം. ഓക്കെ, ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ പാക്ക് ഗെയിമിനകത്ത് വന്നിട്ടുണ്ട്. വേറെ ആരും അല്ല, FC ബാഴ്സലോണ എന്ന് പറഞ്ഞിട്ടൊരു പാക്കാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ സാമുവൽ എറ്റോയുടെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാർഡാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ആൾക്ക് പറഞ്ഞ സ്കില്ലെന്ന് വെച്ചാൽ ഫിനോമിനൽ ഫിനിഷിങ്ങും ലോ സ്ക്രീമറുമാണ്. ടോപ്പായിട്ടുള്ള സ്കില്ല് തന്നെയാണ് ഗൈസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ കാർഡ് ഇനിയിപ്പോൾ അടുത്ത വർഷമായിരിക്കും വരാൻ പോകുന്നത്. അതിനകത്ത് വേറെ സ്കില്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു കാർഡ് ടോപ്പായിരിക്കും. എന്തായാലും നമ്മൾ ഈ ഒരു പാക്കാണ് ഇന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സാവിയുടെ കാർഡുണ്ട്, അതുപോലെ ജാവിയർ സാവിയോള എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കൂടെ ഉണ്ട്. ആൾക്ക് വരുന്നത് ഫിനോമിനൽ ഫിനിഷിങ്ങും ആക്സിലേഷൻ ബസ്റ്റും ആണ് വരുന്നത്. സാവിയുടെ സ്കില്ലെന്ന് വെച്ചാൽ വിഷണറി പാസും അറ്റാക്ക് ട്രിഗർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സ്കില്ലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സ്കില്ല് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു 2286 കോയിൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് അതിനകത്തുനിന്ന് പ്ലെയറെ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് സ്പിൻ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് 100 കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓൾറെഡി ഞാൻ ഇപ്പോൾ 500 കോയിൻ ഇതിൽ കറക്കിയിട്ടുണ്ട്. 3 സ്പിന്നും ചേർത്ത് 6 പ്ലെയറെ ഞാൻ കറക്കിയിട്ടുണ്ട്. അപ്പോൾ 100 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 100 പ്ലെയർ അടിച്ചാൽ ബാക്കി നമുക്ക് സേവ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ 100 ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ 100 കൊടുത്തിട്ടുണ്ട്. 100 ആരും കിട്ടിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ സെക്കൻഡ് 100 കൊടുക്കാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. EMF ഇതിപ്പോൾ വീണ്ടും ഒരു 100 കൊടുക്കാണ്. വീണ്ടും DMF ആണ് ലാസ്റ്റത്തെ 100. അത് കഴിഞ്ഞാൽ നമുക്ക് 900 ആണ് സ്പിൻ ചെയ്യാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ആരും തരൂല കേട്ടോ. ഇതിപ്പോൾ അടുത്ത് നമ്മളിനി 900 കോയിൻ്റെ സ്പിന്നാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ പാക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എടുക്കാം. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് താഴോട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഡീറ്റെയിൽസ് തരുന്നുണ്ടല്ലോ, ഇതെടുക്കാം. ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെറിയൊരു ട്രിക്കാണ്, പിന്നെ ഗ്ലിച്ചായിട്ടുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ പൊസിഷൻ ഇടാം. ഓക്കെ, എന്നിട്ട് ഇവിടെ 900 3 പ്രാവശ്യം ക്യാൻസൽ ചെയ്തിട്ട് ഡിസ്റ്റൻസ് സ്പിൻ ചെയ്യാൻ എന്തായാലും എപ്പിക് അടിക്കും ഗൈസ്. നോക്കിയോ ഗൈസ്, എപ്പിക് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ എപ്പിക് അടിച്ചിട്ടുണ്ട്. നോക്കാം ആരും നോക്കാം. ഓക്കെ ഗൈസ്, ബ്ലാക്ക് തണ്ടർ ബ്ലാക്ക് ആണ്. ആരായിരിക്കും ഏറ്റവും അത്രയും നല്ലത്? ഗൈസ്, ജാവിയർ സാവിയോള ഗൈസ് എപ്പിക് അടിച്ചിട്ടുണ്ട്. ആ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഗൈസ്. ഇനിയിപ്പോൾ ഏറ്റവും കിട്ടുമെന്ന് അറിയില്ല. അതിനകത്തുനിന്ന് ജാവിയർ സാവിയോള കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ കയ്യിൽ 900 കോയിനേ ഉള്ളൂ. 900 കോയിൻ വെച്ച് നമുക്ക് അടുത്ത ഒരു പ്ലെയറെ കൂടെ എടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഒരു 900 ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏറ്റവും കിട്ടിയാൽ മതി. ഓക്കെ, സാവിയുടെ കാർഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യാം. 900 5 വട്ടം. ഓക്കെ, ലാസ്റ്റ് 900 കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ ഈ ഒരു പാക്കിലെ കോയിനും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പക്ഷെ ജാവേർ സാവിയുടെ കാർഡ് കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് കോയിൻസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ബാക്കി സ്പിൻ ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു 3499 കോയിൻ 3400 കോയിനോടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഏറ്റവും പാക്ക് നമ്മൾ സ്പിൻ ചെയ്ത് ഓൾറെഡി നമുക്ക് അതിൽ സാവിയോളയുടെ കാർഡ് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട സാമുവലെറ്റോയുടെ കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ പാക്ക് ഓപ്പണിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. നമ്മളെ മെയിൻ ടാർഗറ്റ് സാമുവലെറ്റ് ആണ്.
അപ്പോൾ സാമുലറ്റെ തന്നെ ആദ്യം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ പാക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തെങ്കിൽ, ഓപ്പണിങ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തെങ്കിൽ. ഇപ്പൊ എന്തായാലും ഏറ്റവും കൂടെ എടുക്കണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ 3500 കോയിനുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ഏറ്റവും കാർഡ് വേണം. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി സ്പിൻ ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാനിവിടെ ആദ്യം 100 കൊടുക്കാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഒരു ഹൈലൈറ്റ് കാർഡാണ് ഗൈസ്. ഹൈലൈറ്റ് കാർഡാണ്. വീണ്ടും ഒരു 100 കൊടുക്കാണ് ഗൈസ്. ഇനി നമുക്ക് ഗൈസ് ഒരു 900 കൊടുത്തു നോക്കാം. 900 കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കണം, പിന്നെ ഈ ഒരു ഡീറ്റെയിൽസ് നോക്കണം. എന്നിട്ട് നമ്മൾ പൊസിഷൻ മാറ്റി ഫെയർ വാല്യൂ ടൈപ്പ് ഫെയർ വാല്യൂ ആക്കിയത്. ഓക്കെ, ഇവിടെ നേരെ 900. എന്തായാലും ഒരു എപ്പിക് അടിക്കും ഗൈസ്. ഇത് അടിച്ചില്ല, ഫുള്ള് ബേസ് കാർഡ് ഗൈസ്. ഇനിയിപ്പോൾ ഒരു 900 ചെയ്യാനുള്ളത് ഉണ്ട്. ഞാനിവിടെ ആദ്യം ഒരു 100 കൊടുക്കും. 100 കൊടുത്തിട്ട് ബാക്കി 900 പോകാം. CMF വീണ്ടും ഞാനൊരു 100 കൊടുക്കാണ്. വീണ്ടും ബേസ് ആണ് ഗൈസ്. ഇനി ഒരു 900 കൊടുത്തു നോക്കാം. 900. ഗൈസ്, ഫുൾ ഹൈലൈറ്റ് കാർഡാണ്. നമുക്ക് കിട്ടൂലെന്ന് തോന്നണം കേട്ടോ. 100 കൊടുക്കാം. ഓക്കെ, അവസാനം ഒരു 900 ഉണ്ട്. അതിലും കിട്ടിയില്ലെങ്കിൽ ഈ പാക്ക് ഓപ്പണിങ് തേഞ്ഞു പോവും. ഒരു 100 കൂടെ ചെയ്യാം. ഓക്കെ, അവസാനം ഒരു 900 കൂടെ ഉണ്ട്. സ്പിൻ ചെയ്ത് നോക്കാം. സാമുലറ്റ് ആണ് നമ്മുടെ ടാർഗറ്റ്. കിട്ടിയ ഗൈസ്, ഇനി ഇതിനകത്ത് 93 പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു 57 പ്ലേയേഴ്സിനെ സ്പിൻ ചെയ്തു. നമുക്ക് സാവിയുടെ കാർഡ് മാത്രം കിട്ടിയിട്ടുള്ളൂ. ഏറ്റവും കൂടെ കിട്ടിയ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ഓൾറെഡി നമ്മൾ മറ്റ് പാക്കിലൊക്കെ ഒരുപാട് കോയിൻസും കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്ത് 14 പ്ലേയേഴ്സിനെ ബാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പ്ലേയേഴ്സിനും നമ്മൾ എടുത്തു. കാരണം നമുക്ക് ഈ പ്രാവശ്യം ഒരുപാട് കോയിൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഈ ഒരു പാക്കിൽ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ മതിയായിരുന്നു. ഇപ്പോൾ 150 പ്ലേയേഴ്സിൽ ബാക്കി 93 പ്ലേയേഴ്സും ഉണ്ട്. ഏറ്റവും കാർഡ് കൂടെ കിട്ടിയ നൈസായിരിക്കും ഗൈസ്. എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫൈനലായിട്ടൊരു 900. ഗൈസ്, അങ്ങനെ എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. ആരായിരിക്കും നോക്കാം. ഏറ്റവും വരുന്ന നൈസായിരിക്കും ഗൈസ്. എപ്പിക്കാണ് ഗൈസ്, എപ്പിക്കാണ്. യെസ്, ഫൈനലി എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. സാമുവൽ എറ്റോ, പ്ലീസ് കം. ഗൈസ്, അങ്ങനെ ഫൈനലി സാമുവൽ എറ്റോയുടെ കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവസാനം എറ്റോയുടെ കാർഡ് കിട്ടിയിട്ടുണ്ട്. യെസ് 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 യെസ്. ലാസ്റ്റ് 900 കോയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ സാമുവൽ എറ്റോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സാവിയുടെ കാർഡ് വേണ്ട. ഏറ്റവും നമ്മുടെ ടാർഗറ്റ് ആയിരുന്നത്. ഇനി ബാക്കി അതിനകത്ത് 83 പ്ലേയേഴ്സ് ഉണ്ട്. സാവി അതിനകത്ത് ബാക്കിയുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ പാക്ക് ഓപ്പണിംഗ് ഇവിടെ അവസാനിക്കുന്നു. ഞാൻ വിചാരിച്ച് ലാസ്റ്റ് പോകുന്നു, അവസാനം ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി നമുക്ക് സാവിയുടെ കാർഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കോയിനും തീർന്നു. അങ്ങനെ ഫൈനലി നമുക്ക് ഏറ്റവും കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ എന്തായാലും നമ്മുടെ സ്കോറിലോട്ട് എടുത്ത് ഇട്ട് നോക്കാം. ഓക്കെ, സാമുവൽ എറ്റോ. ലെവൽ ട്രെയിനിങ്
105, 106 പോയിട്ടുണ്ട്. ബൂസ്റ്റർ കൊടുക്കും 107 പോകും. വേണ്ടവാണെങ്കിൽ അവിടെ കൊടുക്കുന്ന ഓഫ് ദി ബോൾ. സ്പീഡ്, ആക്സിലേഷൻ, സ്റ്റാമിന ഒക്കെ കുഴപ്പമില്ല. 107 ഉണ്ട് ഗൈസ്, 107 പോയിട്ടുണ്ട്.